ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കോക്കനട്ട് ബർഫി ആയാലോ? വെറും കോക്കനട്ട് ബർഫി അല്ല, കാരമൽ കോക്കനട്ട് ബർഫി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് ചിരകിയ തേങ്ങയാണ്, 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് പാല്, പിന്നെ കുറച്ച് ഏലക്കയും കാഷ്യൂനട്ടും. ഇതിൽ കുറച്ച് കാഷ്യൂനട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് മുഴുവനായും വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നെയ്യാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അത് നല്ല ചൂടാവട്ടെ. ചൂടാവുമ്പോൾ അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ മുഴുവനായും ആ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ. ഫ്ലെയിം മീഡിയം ആക്കി വെക്കുക. ഇത് ചെറുതായിട്ടൊന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അടിയിൽ നിന്ന് ഉരുകി തുടങ്ങിയത് കണ്ടോ? ഇതിപ്പോഴേ നല്ല രീതിയിലൊന്നും ഇളക്കണ്ട, അതാദ്യം നല്ലോണം ഉരുകി, കുറച്ചുകൂടെ ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ കണ്ടോ, അടിയിലൊന്ന് കളറൊക്കെ മാറി വരുന്നത് നല്ല ഉരുകി തുടങ്ങിയിട്ടുണ്ട്, കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളത് ചെറുതായിട്ടൊന്ന് ഇളക്കി തുടങ്ങുക, അല്ലെങ്കിൽ ആ ഭാഗത്തിരുന്ന് അത് കരിഞ്ഞ് കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പതിയെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത് ഉരുകിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അതൊന്ന് ഉരുകാനുണ്ട്. പഞ്ചസാര തരികൾ അതിൽ കിടപ്പുണ്ട്, അത് കുറച്ചുകൂടെ നല്ല രീതിയിലൊന്ന് ഉരുകി കിട്ടട്ടെ. ഇപ്പം നല്ല രീതിയിൽ ഉരുകി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ മുഴുവനായിട്ട് ഒഴിക്കരുത്, 1/2 കപ്പ് പാൽ മതി. പാൽ ഒഴിക്കുമ്പോഴത്തേക്കും പഞ്ചസാര എല്ലാം കൂടെ അങ്ങ് കട്ടയാകാൻ തുടങ്ങും. അത് കുഴപ്പമില്ല, തിളയ്ക്കും തോറും അത് ഉരുകിക്കോളും. മുഴുവൻ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ തിളച്ച് തൂകിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് പാൽ ആദ്യം ഒഴിച്ച് ആ പഞ്ചസാര മുഴുവനായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. ഇപ്പോൾ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് അലിഞ്ഞ് കിട്ടട്ടെ. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നല്ല രീതിയിലത് അലിയുന്നുണ്ട്. മുഴുവനായിട്ടും ആ പഞ്ചസാര അലിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 കപ്പിൽ 1/2 കപ്പ് ആദ്യം ഒഴിച്ചു കഴിഞ്ഞു, ബാക്കി 1/2 കപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഇത് ഇളക്കി യോജിപ്പിക്കുക. ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ ഉള്ള അളവിനേക്കാൾ ചെറുതായിട്ടൊന്ന് കുറയണം. നല്ല രീതിയിൽ വറ്റണ്ട, ഇച്ചിരി ഒന്ന് കുറഞ്ഞാൽ മതി. അതുവരെയും ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ആ ചിരകിയ തേങ്ങ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ തേങ്ങ മുഴുവനായിട്ടും ആ കാരമൽ മിൽക്കിൽ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് നമുക്കിത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ പാല് മുഴുവനും വറ്റി ആ തേങ്ങയിലൊക്കെ പിടിച്ചതിൻ്റെ എണ്ണ മുഴുവനും തെളിഞ്ഞ് വരുന്നവരെ, പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി കുറച്ച് പാലൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഏലക്കയുടെ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തോട് എടുത്തിട്ടില്ല. തോട് ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ഒരു കഴിക്കുമ്പോൾ അതിൽ ഏലക്ക കടിക്കും. അതുകൊണ്ട് തന്നെ ആ തോട് എടുത്തിട്ടില്ല. ആ കുരു മാത്രമാണ് ഞാൻ പൊടിച്ച് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ അരിഞ്ഞു വെച്ചിരുന്ന കാഷ്യൂനട്ടില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആ കാഷ്യൂനട്ട് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കുക, അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. പാലേതാണ്ട് നല്ല വറ്റിയിട്ടുണ്ട്, ഇനിയും കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് വറ്റിച്ച് നല്ല കുറുക്കിയെടുക്കുക. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നല്ല രീതിയിൽ വറ്റി പാത്രത്തിൽ നിന്നൊക്കെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ആവാനുണ്ട്. നമുക്ക് ഇനിയും തുടരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം.
കൊണ്ടോ മുഴുവനായിട്ട് നല്ല രീതിയിൽ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് പരുവാവട്ടെ. ഇപ്പോൾ കണ്ടോ സ്പാച്ചിലയിൽ നിന്ന് ഒട്ടാതെ എല്ലാം ഇളകി വരുന്നുണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാം ആ സ്പാച്ചിലയിൽ. ഇപ്പോൾ നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ നമുക്കൊരു ക്യാരറ്റ് ഹൽവയുടെയൊക്കെ ഒരു ലുക്കാണ്. ഇനി ഇതിലോട്ട് ഞാൻ 2-3 ഡ്രോപ്പ് ഓറഞ്ച് കളർ ചേർന്ന് കൊടുക്കുന്നുണ്ട്. ഇത് വീഡിയോയ്ക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കളറ് ചേർത്തത്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ കളർ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്താണ്. സാധാരണ ഞാൻ വീട്ടിലിങ്ങനെ ചെയ്യുമ്പോൾ കളറൊന്നും ചേർക്കാറില്ല. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം ചേർത്തുവെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കളർ കിട്ടും. അപ്പോൾ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒരു ഭംഗി കാണുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. ഇത് നല്ലവണ്ണം ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കുക്കിംഗ് നിർത്താം. സ്പാച്ചിലിൽ നിന്നൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലൊരു പരുവായി കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ് ആ തേങ്ങയുടെയും കാരമൽ മിൽക്കിൻ്റെയും ഏലക്കയുടെയൊക്കെ കൂടെ ചേർന്ന് നല്ലൊരു മണമാണ് വരുന്നത്. പാത്രത്തിലും സ്പാച്ചുലയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഉണ്ടോ, ഇത് റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിതിനെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പിലെ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് അല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് കിട്ടുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിൽ മുഴുവനായിട്ട് നല്ല രീതിയിൽ നെയ്യ് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബർഫി മിശ്രിതം ഈ പ്ലേറ്റിലോട്ട് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് അമർത്തി എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എണ്ണയൊക്കെ നല്ല വിട്ട് വരുന്നുണ്ട്. വെള്ളം എണ്ണ നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. സ്പാച്ചുലയിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതാണ് നല്ല പരുവത്തിൽ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കാത്തത്. ഇപ്പം മുഴുവനായിട്ട് ഞാനിതിൽ ഒരേപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ടോ മേളിൽ. ഇനി നമുക്കിതിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണോ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. ലഡു പോലെ ബോൾസായിട്ട് എടുക്കാം, ഡയമണ്ട് ഷേപ്പിലെടുക്കാം, എങ്ങനെ വേണോ കട്ട് ചെയ്യാം. ഞാനിവിടെ സ്ക്വയർ പീസായിട്ട് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മുഴുവനായിട്ട് വെച്ചിരുന്ന കാഷ്യൂനട്ടില്ലേ, അത് വെച്ച് നമുക്കൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. എല്ലാ പീസിലും ഓരോ കാഷ്യൂനട്ട് വെച്ച് മുഴുവനായിട്ടും വെച്ച് ഒന്ന് അലങ്കരിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഞാൻ മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, കടയിലൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന പോലെ നല്ല സ്ക്വയർ പീസസും കാഷ്യൂനട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതൊന്ന് നല്ല തണുക്കട്ടെ. ഇത് നല്ല തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. സാവധാനം അതിൽ നിന്ന് ഇളക്കിയെടുക്കുക. നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, എന്ത് സോഫ്റ്റായിട്ടുള്ള ബർഫിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് കണ്ടോ. നല്ല സ്ക്വയർ, നല്ല പീസസ് ആയിട്ട് പൊടിഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ടെക്സ്ചറാണ്. നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. എന്താ പറയാനാ, നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ. അത് കഴിച്ച് നോക്കുമ്പോഴേ അത് പറയാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അഭിപ്രായം പറയുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.